ഹേ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ ഒരു സ്ക്വാഡ് ഗെയിമിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം സ്ക്വാഡ് ഗെയിമിൽ ആ ഗേളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്കും കൂടെ ആഡായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഗൈസ് ഈ കാണുന്നത് അയൺമാനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്കും കൂടെ ആഡായിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതും എങ്ങനെ ആഡാക്കുന്നതെന്നുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ ആൾക്കാർ ഇത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വാച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കൺഫ്യൂസ്ഡ് ആയി പോകും ഗൈസ്. അപ്പോൾ അതേ നമുക്ക് എന്തായാലും വെച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് സ്ക്വാഡ് ഗെയിമിലെ ഈ ഗേളയും കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് ആഡാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കും. ആ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നേരെ നിങ്ങളുടെ ഗെയിമിൽ കയറുക. നിങ്ങൾ അന്ന് ഗെയിമിൽ കയറിയതിന് ശേഷം നെറ്റ് ഓൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗെയിമിലത്തെ മൊബൈൽ ഫോൺ എടുക്കണം. റിയൽ ലൈഫിലെ മൊബൈൽ ഫോണല്ല, ഗെയിമിലത്തെ മൊബൈൽ ഫോൺ എടുക്കുക. എന്നിട്ട് ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം ഗൈസ്. ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പേസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. പേസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം പ്ലീസ് വെയിറ്റ് എന്നൊരു 2-10 സെക്കൻഡ് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞത് ഇങ്ങനെ കൗണ്ട് ഡൗൺ കാണിക്കും. അന്നേരം നിങ്ങൾ നെറ്റ് ഓഫ് ചെയ്യുക, ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പം റീസ്റ്റാർട്ട് ചെയ്യും കേട്ടോ ഗൈസ്. അപ്പോൾ റീസ്റ്റാർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി ഗെയിമിൽ കയറിയിട്ടാണ് ഗൈസ് ബാക്കിയുള്ളതൊക്കെ ഇപ്പം നമ്മളെ ഗെയിമിലേക്ക് നമ്മൾ എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ സ്ക്വാഡ് ഗെയിമിലെ ആ ഗേൾ എവിടെ ഉണ്ടോ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ഡിഫൻഡറിലാണ് പോകുന്നത്. അപ്പം വേറെ വണ്ടിയൊന്നും സ്പോണാക്കാൻ നിൽക്കുന്നില്ല. നമ്മുടെ ഡിഫൻഡറിലാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഡിഫൻഡർ എടുക്കുക, നേരെ വീടിന് പുറത്തോട്ടിറങ്ങുക. അപ്പോൾ ഗൈസ് നമ്മളിപ്പം 550 ഏകദേശം അടുത്ത് 550 തോന്നുന്നു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്. ഞാൻ വൈകുന്നേരം നോക്കിയപ്പോൾ 540 എങ്ങാണ്ടായിരുന്നു. അപ്പം മാക്സിമം നിങ്ങൾ എന്തായാലും 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മുടെ ചാനൽ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കണം. മാക്സിമം നിങ്ങൾ ഇതുവരെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെല്ലാ കണ്ടൻസും വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ആണല്ലോ നമ്മുടെ മെയിൻ കണ്ടൻറ്റ്. അപ്പം ഇന്ത്യൻ ബൈക്ക് തന്നെ ഫോളോ ചെയ്ത് പോകാനാണ് നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇടയ്ക്കൊന്ന് മുന്നിയും കുത്തിയൊക്കെ വണ്ടിയിൽ നിന്ന് വീണിച്ചിരി തീർച്ചയൊക്കെ ഒന്ന് പോയി ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഗൈസ് അങ്ങ് ദൂരെ ഒരു വെള്ള സാധനം കണ്ടോ, അതാണ് നമ്മുടെ സ്ക്വാഡ് ഗെയിമിലെ ആ പെണ്ണ് നിൽക്കുന്ന ഒരു സാധനം. പിന്നെ ഗൈസ് എനിക്ക് ഈ സ്ക്വാഡ് ഗെയിമിൽ ഈ ഗേളിനെ അത്ര ഇഷ്ടമായില്ല ഗൈസ്. കാരണം ഇവിടെ വേറെ ആക്ടിവിറ്റീസും വേറെ സംഭവങ്ങളൊന്നുമില്ല. ഒരു മരവും പിന്നെ ഈ ഇവളും മാത്രമേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് ഞാനിപ്പം ഈ സാധനം വന്നപ്പോൾ നിങ്ങളെയും കൂടെ അറിയിക്കാതെ ഇച്ച് കഴിഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ നമ്മൾ ഇതുകൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സോ ഗൈസ് അപ്പം നമ്മളിപ്പോൾ എൻ്റർ ആകാൻ പോവാണ്. ഈ തുളയ്ക്കകത്തൂടെയാണ് നമ്മൾ അകത്തോട്ട് കയറേണ്ടത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ദൂരെ കാണാം ഗൈസ് ആ പെണ്ണ്, അതായത് സ്ക്വാഡ് ഗെയിമിലെ ആ കൊച്ചും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ സ്ക്വാഡ് ഗെയിമിലെ ഈ സാധനം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. സ്ക്വാഡ് ഗെയിമിലെ ഗേളാണെന്ന് തോന്നുന്നു കേട്ടോ. സ്ക്വാഡ് ഗെയിം എന്നാ ശരിക്കും വേറൊരു ഗെയിമല്ലേ, എന്തൊരു സാധനം. ആ ഗെയിമിലെ ഗേളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഗൈസ് ഇതെന്ന് പറയുമ്പം. സോ ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഡോൺ ക്യാമറ ഇട്ടൊന്ന് വിശദമായിട്ട് അങ്ങോട്ട് കാണാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടെല്ലാം ഒന്ന് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഡോൺ ക്യാമറ ആക്ടിവേറ്റ് ചെയ്ത് നമ്മളൊന്ന് പൊസിഷൻ ചെയ്യുന്നു. അപ്പോൾ കൃത്യം പറയുകയാണെങ്കിൽ ഇതാണ് കേൾ. എനിക്കിത് കാണുമ്പോൾ തന്നെ കലിപ്പ് കയറുന്നു. ഒരുമാതിരി വളിച്ച മോന്തയും ഇതെന്നാ ഇത് അമ്മച്ചിയോ. സോ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഇതങ്ങ് ഡൗൺലോഡ് ചെയ്തേ ഉള്ളൂ. അല്ല എനിക്കിതത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഗൈസ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു മരവും പിന്നെ ഈ പെണ്ണും മാത്രമേ ഉള്ളൂ. ചുറ്റും വലിയ മതിലൊക്കെ കെട്ടി വെച്ചേക്കുവാണ് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാനില്ല ഇവിടെ. ചിലപ്പോൾ ആദ്യമായിട്ട് പലരും അപ്പോൾ ഗൈസ് ഇതും കൊണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്താണ് എന്തായാലും നമ്മുടെ ഈ സ്ക്വാഡ് ഗെയിമിലെ പെണ്ണ് വരുന്നത്. അതായത് കൺസ്ട്രക്ഷനും ഷോറൂമും ഒക്കെയുള്ള ആ ഒരു സ്ഥലമില്ലേ, അവിടെ ആയിട്ടാണ് നമ്മുടെ ഈ സ്ക്വാഡ് ഗെയിമിലെ ഈ പെണ്ണിൻ്റെ വീടും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റ്മാൻ അല്ലല്ലോ, അയൺമാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിമിൽ കയറിയിട്ട് ആർജിഎസ്മെൻ എടുത്തിട്ട് ലോഡെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ ഫയൽ മാനേജറിലോട്ട് പോകും. ഫയൽ മാനേജറിൽ ചെല്ലുമ്പം നിൽക്കട്ടെ, ഞാൻ ഇവിടെ ചെന്നില്ല. അയൺ.glb അങ്ങനെ എങ്ങാണ്ട് അയൺമാൻ അല്ല ഗൈസ്,
അയൺമാൻ.glb അങ്ങനെ ഒരു ഫയൽ നിങ്ങൾ തപ്പിയെടുക്കണം. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം പിന്നെ നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്ത് പ്ലേ എടുത്ത് കയറി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നേരെ നിങ്ങളുടെ ഗെയിമിൽ കയറുമ്പോഴത്തേക്കും നമ്മുടെ അയൺമാൻ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അയൺമാൻ കുട്ടനും കാര്യങ്ങളൊക്കെ. ചെറുക്കൻ നല്ല സീനാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഗെയിമിലുള്ള മനുഷ്യനെ കൊണ്ട് എന്നാവൊക്കെ ചെയ്യാൻ സാധിക്കുന്നു അതൊക്കെ ഇവനെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. മനുഷ്യരെ ഇടിക്കാനോ വെടിവെക്കാനോ കാർ ഓടിക്കാനോ ഇനി വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവനെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. അപ്പം ഇത് നമ്മളെ ആ ഒരു ക്യാരക്ടർ നമ്മളെ പഴയ ക്യാരക്ടർ ആ ക്യാരക്ടറിനെ തികച്ചും ഫിക്സ് ചെയ്ത് അയൺമാനിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇതും കൊണ്ട് ഞാൻ ഇപ്പം ഒരു പുള്ളിക്കാരനെ അവനെ പോയി ഒന്ന് ഇടിച്ച് കാണിക്കാം ഗൈസ്. ചെറുകൻ ഭയങ്കര സീനാണ് കേട്ടോ. ചെറുകൻ നമ്മളെ വന്നിടിച്ച്. അതിന് മുമ്പേ ഇവൻ്റെ ഒരു ടോട്ടൽ ഡോൺ ക്യാമറ ഇട്ടിട്ട് ഇവൻ്റെ ഒരു ടോട്ടൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാവേ. ഞാനൊരു പുതുജന്മം തോടിയെന്നൊരു ഗൈസ് ഇവിടെ നമ്മൾ ഡോൺ ക്യാമറയൊക്കെ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യുവാണേ. ഇതാണ് നമ്മുടെ അയൺമാൻ. വലിയ ഇതൊന്നുമില്ലേ, ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നുമില്ല ഇറക്കൻ. എന്തായാലും കുഴപ്പമില്ല, നല്ലതാണ് അയൺമാൻ. എനിക്ക് മറ്റേതാണ് ഒട്ടും ഇഷ്ടപ്പെടാത്തത്, ചീത്ത സാധനം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ കൊണ്ട് ഈ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യണം. ഗൈസ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ 550 എന്നൊക്കെ ഉണ്ട്. അധികം പെട്ടെന്ന് തന്നെ നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. ഗൈസ് അപ്പം ടാറ്റ, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ. ടാറ്റ. Thank you for watching this video. Tutu.